ഹലോ, ഞാനും അടുക്കളയും തമ്മിലുള്ള ബന്ധം 2 ദിവസത്തേക്ക് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. 2 ദിവസത്തേക്കിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇനി 2 ദിവസം ഞാനും അടുക്കളയും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? അടുപ്പിച്ച് 2 ദിവസം എനിക്ക് ഡ്യൂട്ടിയുമാണ്. അച്ചായന് വീട്ടിൽ മറ്റ് കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് കുക്ക് ചെയ്ത് ഫുഡൊക്കെ എടുത്ത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്കും എളുപ്പമാകുമല്ലോ. ഓരോ ദിവസത്തേക്കിനും ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എന്തൊക്കെ ആയിരിക്കണമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുമിച്ച് കുക്ക് ചെയ്ത് വെക്കുന്ന ഒരു പതിവ് വളരെ വിരളമാണ്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം വരുമ്പോഴത്തേക്കിന് നമ്മളങ്ങനെ ചെയ്യാറുമുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം ഇന്ന് എൻ്റെ ലിസ്റ്റിലുള്ളത് നാളെ രാവിലത്തേക്കിന് ഗോതമ്പ് ദോശയും ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഒക്കെ ഇട്ടൊരു സ്റ്റൂ ആണ്. ഉച്ചക്കത്തേക്കിന് പരിപ്പ് കറിയും മീൻ നല്ല മുളകൊക്കെ ഇട്ട് ഒന്ന് കറി വെച്ചതുമാണ്. ഈ 2 സാധനങ്ങൾ തന്നെയായിരിക്കും പിറ്റേ ദിവസം രാവിലേക്കും. ഒരു വ്യത്യാസമേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റിൽ ഗോതമ്പ് ദോശയ്ക്ക് പകരം അപ്പമായിരിക്കും. സ്റ്റൂ അതേപോലെ തന്നെ ആ കറി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കിന് ചേർത്താണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇതിലിപ്പോൾ എനിക്കൊരു പണി വന്നതെന്ന് പറഞ്ഞാൽ മീനൊന്ന് വെട്ടിയെടുക്കണമായിരുന്നു. അതിലാണ് എനിക്ക് കുറച്ച് സമയം പോയത്. എന്നാലും കുഴപ്പമില്ല, മീനെല്ലാം വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വേഗം ചെയ്ത് ഒതുക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് മീൻകറി വെച്ചത് സാധാരണ നമ്മുടെ മീൻകറി പുളി ഇട്ടല്ലോ കേട്ടോ, പിഴുപുളി ഇട്ടാണ്. ചുമ്മാ ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ ഒപ്പം കുറച്ച് തക്കാളിയും കൂടി ഇടുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയേനെ. പിന്നെ ഇനിയിപ്പോൾ സ്റ്റൂവിനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം വലിയ തിരക്കൊന്നുമില്ല. ഞാനിത് പെട്ടെന്ന് ചെയ്ത് തീർത്ത പണികളൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം സമയമൊക്കെ എടുത്ത് റിലാക്സ് ചെയ്തൊക്കെ ചെയ്ത പണികളാണ്. നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒരുമിച്ച് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ചക്കത്തേക്കിന് ഞങ്ങൾക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ടുള്ള മീനാണ് ഇപ്പം വറുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ടിൻ ഫിഷ് കിട്ടുമല്ലോ, അതെടുത്ത് വറക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇങ്ങനെ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ അത്യാവശ്യം കറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മീൻ വറുത്ത ശരിയാക്കാനാണെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. അങ്ങനെ വേണ്ട നമ്മുടെ കറികളുടെ കാര്യമൊക്കെ സെറ്റായിട്ടുണ്ട്. പരിപ്പ് കറിയും സ്റ്റൂവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഇനി ഒരു കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കുകയാണ്. ചൂടൊക്കെ ആറി കഴിഞ്ഞതിന് ശേഷമേ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുള്ളൂ. മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ഏകദേശം റെഡി ആയതുകൊണ്ട് അപ്പോൾ ഇനി സ്റ്റൗവിൻ്റെ വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സ്റ്റൗ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ ഭാഗം അങ്ങനെ ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് അപ്പത്തിനൊന്ന് അരച്ച് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഈസ്റ്റ് ഞാൻ ഇപ്പോഴേ ഇടത്തില്ല. മറ്റന്നാൾ രാവിലത്തേക്കിന് ആയതുകൊണ്ട് അന്ന് തലേന്ന് മാത്രമേ ഞാൻ ഈസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി വെക്കത്തുള്ളൂ. ഇതിങ്ങനെ അരച്ചങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഇനിയിപ്പം ഗോതമ്പ് ദോശയ്ക്കൊന്ന് റെഡി ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഞാൻ ആദ്യം ഒന്ന് പൊടി ഇളക്കി ചേർക്കും. അതിനുശേഷം അതും മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. ഒപ്പം കുറച്ച് ജീരകവും 2 മുട്ടയും കൂടി ഇടും. എന്നിട്ട് ഇതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കും. അത് ഫ്രിഡ്ജിൽ വെക്കത്തില്ല, നാളെ രാവിലെ എടുക്കാനുള്ളതായതുകൊണ്ട് പുറത്ത് തന്നെ അടച്ചു വെക്കുമേ. അതോടൊപ്പം തന്നെ നാളത്തേക്കിനുള്ള അരിയും കൂടെ ഒന്ന് കഴുകി തിളപ്പിക്കാൻ വെച്ചു. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് റൈസ് കുക്കറിലോട്ട് മാറ്റണം. എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയിട്ടുണ്ട്. അപ്പം ഇനി 2 ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്.